ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം വലിയ പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇമ്മക്കുട്ടിക്ക് പല ദിവസങ്ങളിലും ഹാഫ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് ടിഫിൻ ഒന്നും കൊണ്ടുപോകണ്ട, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാ സ്നാക്സും കൊണ്ടുപോയാൽ മതി. അപ്പൊ ഞാൻ സെപ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടു. ഇപ്പൊ എന്ത് സൗകര്യമല്ലേ സെപ്റ്റോം ഇൻസ്റ്റാമാർട്ടൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ വേണ്ടതൊക്കെ അതൊക്കെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വില കൂടുതലുണ്ട്, പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ബ്രെഡ് വേണമെന്ന് ഓൾറെഡി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞാനിപ്പോൾ രാവിലെ ഒരു പ്രോട്ടീൻ ഷേക്ക് പോലെ ഓട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പഴവും ആപ്പിളും പ്രോട്ടീൻ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ അതാണ് ഞാൻ രാവിലെ കുടിക്കണത് കേട്ടോ. അപ്പം നന്നായിട്ട് അങ്ങ് വയറ് നിറയും. പിന്നെ ഇനി വർക്കൗട്ടിന് ശേഷം നോക്കിയാൽ മതിയല്ലോ ബാക്കി. പിന്നെ കൊണ്ടാക്കി ബസ്സിൽ കയറ്റി വിട്ടു. ഇനി നമ്മൾ ഷേക്കൊക്കെ കുടിച്ച് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. അതെനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു, ജിമ്മിൽ പോകുമ്പോൾ കാര്യമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഉത്സാഹമൊക്കെ മാറി സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ട് പോയാൽ മതി എന്നേ ഉള്ളൂ. ജിമ്മിൽ പോകണമെന്ന് എനിക്കിഷ്ടം, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഇതൊക്കെ പോയി. അപ്പൊ എന്തായാലും വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞാൻ കാർഡിയോയും ചെയ്തു. എനിക്ക് കാർഡിയോ തീരെ ഇഷ്ടമല്ല. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണോ കാർഡിയോ ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് പറയൂ കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മുട്ട അത് കഴിക്കും. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും വേറെ വെജിറ്റബിൾസ് അതെന്താണുള്ളത് അതിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത് അതും കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു ദോശയും പിന്നെ കൊള്ളിക്കറി കപ്പില്ലേ, കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ കൊള്ളിന്നാണ് കേട്ടോ പറയാം. എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്തു പോയി. അപ്പൊ ഇവിടെ ലില്ലീസ് എന്ന് പറഞ്ഞിട്ട് ബേക്കറി ഇല്ലേ, ഒരു ജ്വല്ലറിയുടെ മീതിയാണ്. ജ്വല്ലറിയുടെ പേര് ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് കുറച്ച് നാളായി നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരണം. ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ക്രീം ബണ്ണും അങ്ങനെ ബർഗറും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിച്ചു. എന്റെ ഹെൽത്തി റുട്ടീനൊക്കെ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അത് എന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കാം, അത് പ്രശ്നമല്ല. പക്ഷെ അടുത്ത ആഴ്ച മുതൽ ഞാൻ 75 ഡേയ്സ് ചാലഞ്ച് സോഫ്റ്റ് വേർഷൻ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ലിപ്റ്റിന്റെ ഭയങ്കര നല്ലതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.